Hello guys, so welcome back. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ സെറ്റ് ഓഫ് ഫ്യൂ മോട്ടീവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അതേ മോട്ടീവ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഇന്നത്തെ ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊക്കെ കുറച്ചും കൂടെ നമ്മൾ കുറച്ച് കർവി ആയിട്ടും പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുമാണ്. അപ്പോൾ വെരി ഫസ്റ്റ് വൺ ഇസ് നമ്മൾ നേരത്തെ വരച്ച് ട്രയാങ്കിൾസ് ചെയ്യും. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ കൊടുക്കുക, ഒരു ഡോട്ട് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് യു ലൈൻ, അതിൻ്റെ എൻഡ് വിത്ത് എ ഡോട്ട്. ഓക്കെ, ഇതാണ് പാറ്റേൺ നമ്പർ 1. ഇനി നെക്സ്റ്റ് അഗൈൻ നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ട്രയാങ്കിളിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ കൂടെ കൊടുക്കും, അതിൻ്റെ സെൻറ്ററിലൊരു ഡോട്ട്. സോ വിച്ച് കംസ് ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് ഇനി പാറ്റേൺ യൂസ് ചെയ്യാം, ഇതേ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഐ എം ജസ്റ്റ് ഗിവിങ് യു എ ഹിൻറ്റ്, ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ഡിസൈൻ. ബാക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത് നമ്മുടെ ഈ ഒരു ആർച്ച് പാറ്റാണ്. അപ്പോൾ വി ജസ്റ്റ് പുട്ടിങ് ആർച്ചസ്, കണക്ട് ചെയ്തിട്ടുള്ള ആർച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. ഇത് 1, 2, 3 എന്നൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട്. ഇപ്പോൾ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് വലിയ പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഗിവ് മൾട്ടിപ്പിൾ റിങ്സ്. ഞാനിപ്പോൾ ഒരു റിങ് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എൻ്റെ സെൻറ്ററിൽ ഒരു വര ഇങ്ങനെ. ഇത് എത്ര വലുതാക്കിയും വരയ്ക്കാം, ചെറുതാക്കിയും വരയ്ക്കാം. അതാണ് ഇങ്ങനത്തെ മോട്ടീവ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയും. ഇനി നെക്സ്റ്റ് വരുന്നത്, ഞാനിതുപോലെ ആർച്ചുകൾ വരയ്ക്കുന്നുണ്ട്. ആർച്ചും ട്രയാങ്കിളും തമ്മിൽ തെറ്റി പോകരുത്. ട്രയാങ്കിൾ കുറച്ചും കൂടെ ബ്ലണ്ട് ആയിരിക്കും, ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആർച്ചിനൊരു കേർവ് ഉണ്ടാവും. ഇനി അതിൻ്റെ സെൻറ്ററിലൊരു ലൈൻ, ഇപ്പുറത്തൊരു ലൈൻ. അപ്പം ഇങ്ങനെയുള്ള ഫുള്ളായിട്ട് വരുമ്പോൾ സെൻറ്ററിൽ വരും, രണ്ട് സൈഡിലോട്ട് ഓരോ ലൈൻസ് വരും. സെൻറ്ററിലൊരു ലൈൻ, രണ്ട് സൈഡിലേക്ക് അനദർ ഡിഫറെൻറ്റ് ലൈൻ. ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി ദർ ഇസ് അനദർ പാറ്റേൺ കമ്മിങ് അപ്പ്. അതങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ടാണ്, അതിൻ്റെ ബേസാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലത്തെ ആർച്ചുകളാണ്. ആർച്ചല്ല, ഇതുപോലെ ആർച്ചുകൾ എക്സാക്ട്ലി. ഇനി ഈ ആർച്ചിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് കൂടുതൽ വർക്ക്സ് വരുന്നത്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു വേമിനെ പോലെയാണ് വരുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു കേർവ് വരിക, എന്നിട്ട് അതിനെ ഒന്ന് സെൻറ്ററിലേക്ക് സ്പൈറലാക്കി കൊടുക്കുക. ഒരു കേർവ് കൊടുക്കുക, സെൻറ്ററിൽ സ്പൈറലാക്കി കൊടുക്കുക. കേർവ് എന്ന സ്പൈറൽ ഇൻസൈഡ്. അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ വരുന്നത്. ഓൾറൈറ്റ്, ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ കൂടുതൽ നമുക്ക് ടോംബ് റിലേറ്റഡ് ആണ് ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ വരുന്നതെന്ന്. അപ്പോൾ ഐ ബി ജസ്റ്റ് ടേക്കിംഗ് യു ടു അനദർ വൺ. ഇത് ടോംബായിട്ടും വരയ്ക്കാം, ട്രയാങ്കിളായിട്ടും വരയ്ക്കാം. ട്രയാങ്കിളിനകത്ത് ഇത് വരയ്ക്കാം. അപ്പോൾ ഐ ജസ്റ്റ് ഷോ യു വൺ വിത്ത് ട്രയാങ്കിൾ ആൻഡ് ആസ് ടോംബ് ആസ് വെൽ. എടുത്തു, ഇങ്ങനെ നമ്മൾ വരച്ചു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ യു പുട്ട് എ ലൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഡോട്ട്, ഒരു ഐ പോലെ. ഇതേ തന്നെ ട്രയാങ്കിളിലും വരയ്ക്കാം. ജസ്റ്റ് ട്രൈ. അപ്പോൾ ഇതാണ് ട്രയാങ്കിളും ടോംബും തമ്മിലുള്ള വ്യത്യാസം. ട്രയാങ്കിൾ കുറച്ചും കൂടെ ബ്ലണ്ടാണ്, കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ലൈനാണ്. ടോംബിന് അങ്ങനെയല്ല, കുറച്ച് കേർവായിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് അനദർ 2 പാറ്റേൺസ്. പിന്നെ നമുക്ക് ബാക്കി എല്ലാത്തിലും ഉള്ള പോലെ ഡോട്ട്സ് എന്ന പാറ്റേൺ ഉണ്ട്. സോ അത് ഞാൻ വരയ്ക്കാൻ കാരണം, ഇത് ഡോട്ട്സ് നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കൊടുക്കാം, സ്ക്വയറിൻ്റെ ഉള്ളിൽ കൊടുക്കാം, സർക്കിൾസിൻ്റെ ഉള്ളിൽ കൊടുക്കാം, എന്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കൊടുക്കാം. സോ ദർ ഇസ് നോ ലിമിറ്റേഷൻസ് ഫോർ ദാറ്റ്. എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ, ഒരു ആർച്ച് കിട്ടുകയാണെങ്കിൽ ആ ആർച്ചിൽ വരെ നമുക്ക് ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഈക്വൽ, ഒരേപോലെ തോന്നണമെന്ന് മാത്രം. ഇനി ഇതിൻ്റെ സിമിലർ വേർഷൻ കൂടി ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചത് താഴ്ന്ന് മുകളിലോട്ടായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തേത്.
ഹലോ, അപ്പോൾ നമ്മളിന്ന് വേറൊരു മണ്ഡല ഡിഫറെൻ്റ് അല്ല, സെയിം മണ്ഡല തന്നെ, അത് ഹാഫ് സർക്കിളായിട്ട് വരയ്ക്കാൻ പോവാണ്. സോ ഞാൻ എൻ്റെ ചെറിയ ബുക്കാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഇൻ കേസ് നിങ്ങളുടെ വലിയ ബുക്കാണെങ്കിൽ മേക്ക് ഇറ്റ് ഇൻ ടു ഹാഫ്. ഞാൻ പറയുന്ന പോലെ 2 സൈഡായി ഹാഫ് ആക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം വരയ്ക്കുക. എൻ്റെ ചെറിയ ബുക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ സെൻറ്ററിലല്ല വരയ്ക്കുന്നത്, സൈഡിലാണ് വരയ്ക്കുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് എ ഹാഫ് മണ്ഡല. ഓക്കെ, സോ ഞാൻ ഇന്ന് കളർ പേർപ്പിളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ദ കളർ ഇസ് നോട്ട് മാൻഡേറ്ററി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡെയിലി ഓരോരോ ക്ലാസ്സുകൾ അയക്കുന്നതുകൊണ്ട് ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് ടുഡേ ഐ എം യൂസിങ് ദ കളർ പേർപ്പിൾ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഐ എം ടേക്കിംഗ് മൈ കോമ്പസ് ആൻഡ് മൈ പെൻസിൽ. ഓക്കെ, സോ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഞാനൊരു ട്രിക്കും കൂടെ ചെയ്യുന്നുണ്ട് ഇന്ന്. ദാറ്റ് ഈസ് യു ടേക്ക് ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പേജിൻ്റെ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഞാൻ ഫസ്റ്റ് അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. ദിസ് ഈസ് ഓൾമോസ്റ്റ് 19 സെൻറ്റിമീറ്റർ. അപ്പം 19ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 9.5 ആണ്. 9.5. ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടി. ഐ ജസ്റ്റ് ടുക്ക് 19 ഉണ്ട്. സോ ഡെഫിനറ്റ്ലി 8ൻ്റെ ഹാഫ് ഇസ് 9 ആൻഡ് another one more എന്ന് പറയുമ്പോൾ 9.5. സോ ദിസ് ഇസ് മൈ സെൻറ്റർ. ഇവിടെ നിന്ന് ഇതുവരെയുള്ളതിൻ്റെ സെൻറ്ററാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ സെൻറ്ററിൽ ഫസ്റ്റ് ഞാൻ ഒരു 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ ഇവിടെ ഈ ഒരു പോയിന്റിൽ, ആ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു, ഒരു സ്മോൾ പോയിന്റ്. അത് കഴിഞ്ഞ് ഐ എം ഇൻക്രീസിങ് ബൈ 0.5, 1.5 ഇഞ്ചിൽ. അതായത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1.5 സെൻറ്റിമീറ്റർ, അടുത്തത് 1.5. നെക്സ്റ്റ് 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ 3. നമ്മളിവിടെ ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ വരച്ചു, 1.5, 2, then 3. അത് കഴിഞ്ഞാൽ we will be going for 4 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞാൽ ഇത് ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് ഐ എം ജസ്റ്റ് മേക്കിംഗ് എ ലിറ്റിൽ ബിഗർ എന്നല്ല, നമുക്ക് അപ്പോഴേ കുറേ പ്രിൻ്റുകൾ വരയ്ക്കാൻ പറ്റുള്ളൂ. സോ 5 സെൻറ്റിമീറ്റർ എടുത്തു. സെൻറ്റിമീറ്റർ, സോറി, 7 സെൻറ്റിമീറ്റർ. ആൻഡ് ഇനി ഉള്ളത് നമ്മുടെ ലാസ്റ്റത്തെയാണ്, വിച്ച് ഇസ് 8 സെൻറ്റിമീറ്റർ. 1 to 8 വരെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ മാത്രം 1.5 മാത്രം നമ്മളൊരു അഡീഷണൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ദിസ് വിൽ ബി 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇത്രയും സർക്കിൾസ് ഉണ്ട്. ഇത് 1, 1.5, 2, 3, 4, 5, 6, 7, 8 അത്രയും സർക്കിൾസ് നമ്മൾ വരച്ചു. ഇനി ഏറ്റവും സെൻറ്ററിൽ ദിസ് പർട്ടിക്കുലർ ഏരിയ, അവിടെ ഞാനിങ്ങനെ കൊടുത്ത് ഇതാക്കണം. നമ്മൾ മുന്നേ ചെയ്ത പോലെ ഐ എം ജസ്റ്റ് ഗോണ ഫിൽ ദി ഇൻസൈഡ് പാർട്ട്. So I have this inside.
ഇനി ഞാൻ സെക്കൻഡത്തത് 1.5 അതിൽ ഞാനിങ്ങനെ ഒരു കവർ കൊടുത്തു, 1 ലെയർ ഓഫ് ഇത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചുമ്മാ സിമ്പിൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇന്ന ഇൻ്റർവെല്ലിനൊന്നുമില്ല, നിങ്ങൾ കുറച്ച് നിയർ ബൈ ഒരേ സൈസിലുള്ള ഡോട്ട്സ്. എന്നിട്ട് ഈ അറ്റം ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് താഴെ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് പ്രിൻ്റാണ്. അപ്പോൾ ഐ എം ഗോണ ടേക്ക് എ പെൻ. എന്നിട്ട് ഇവിടെ ഒരു ഈ നമ്മുടെ നേരത്തെയൊക്കെ ചെയ്തിട്ടില്ലേ പെറ്റൽസ് പോലത്തെയൊക്കെ മലയാളം ലെറ്റർ റാ പോലത്തെ ആർച്ചസ് പോലത്തെ സിമ്പിൾസ്. ഓക്കെ, എന്നിട്ട് ഇതിനൊന്ന് ഡാർക്കൻ ചെയ്യണം ഇൻ ദി സെൻസ് ഐ വിൽ ബി ഇവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷൻ ഞാൻ അവിടെ ആ സർക്കിളും കൂടെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സർക്കിൾ ഫില്ല് ചെയ്യുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഈ ഗ്യാപ്സ് ഇല്ലേ, ഈ ഗ്യാപ്സും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ആ സർക്കിൾ ഒന്ന് ഒപ്പമാക്കി കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇത്രയും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ വരച്ച പോലത്തെ പെറ്റൽ അത് ഇവിടം വരെ ഇങ്ങനെ ആക്കാൻ പോകും. ഇങ്ങനെ ആക്കി ഒരു ലോങ്കർ ട്രയാങ്കിൾസ് പോലെ ഇവിടെ ഒരു പോയിന്റിൽ നിർത്തി അവിടെ നിന്ന് നേരെ തിരിച്ചു കൊണ്ടുപോകും. ഇവിടം വരെ എത്തി തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുവരാം. ഇത് നമ്മൾ ഈ അറ്റം വരെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കണം. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഇത്തവണ സിമ്പിളായിട്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമ്മുടെ നെക്സ്റ്റ് ലൈൻ വരുന്നില്ല അത് വരെ വരയ്ക്കുക. എന്നിട്ട് അവിടെ ആ അറ്റത്തൊരു ഡോട്ട്. ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി കുറച്ച് ഏരിയ പ്ലെയിനായി നിൽക്കുന്നുണ്ട്. ആ പ്ലെയിൻ ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ എടുക്കുക. അപ്പോൾ ഇത് കോർണർ ആയതുകൊണ്ട് ഇതാണ് സെൻറ്റർ. അത് ഈ ലൈനിൽ, അതായത് നമുക്കിവിടെ ഒരു ആർച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്റർ എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും അവിടെ ഓൾമോസ്റ്റ് സെൻറ്റർ എടുത്തു ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾമോസ്റ്റ് സെൻറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു ഇങ്ങനെ. അതായത് ഇവിടെ ഓൾറെഡി ഒരു ആർച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1, 2 കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മളിവിടെ 2 എണ്ണം എടുത്തിട്ടാണ് ചെയ്തത്. ആ 2 എണ്ണത്തിൻ്റെ മിഡ് പോർഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം മാത്രം. അതായത് ഫസ്റ്റത്തെ ഒരെണ്ണത്തിൽ നമ്മൾ 2 എണ്ണം ചേർത്തെടുത്തിട്ട് അവിടെ ഒരു ആർച്ച് പോലെ വരച്ചു, ഒരു ലീഫ് പോലത്തെ വരച്ചു. ഇനി അവിടെ നിന്ന് അതിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് സെക്കൻഡ് ലൈനിൽ മാത്രമായിട്ട് നമ്മൾ ചെറിയ പെറ്റൽസ് വരച്ചു. ആ പെറ്റൽസിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യുന്നത് ഈ പെറ്റലിലുള്ള വർക്കാണ്. അപ്പോൾ ആ പെറ്റലിൽ നമ്മൾ ചുമ്മാ ഒരു ലൈൻസ്
ഇങ്ങനെ സെൻറ്ററിലേക്ക് വരച്ചു കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഓരോരോ ഡോട്ട്സ് കൊടുക്കുക. നമ്മുടെ മേജർ വർക്കസ് ഇപ്പുറം ഇത് ഈ ഒരു ലൈനെ കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും ഫിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടുകയാണ്. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ്. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേയൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഇങ്ങനെ ആർച്ച് എപ്പോഴും ഒരേ പാറ്റേൺ കണ്ടിന്യൂസ്ലി വന്നു കഴിഞ്ഞാൽ ഇറ്റ് മൈ നോട്ട് ലുക്ക് ദാറ്റ് ഗുഡ്. അപ്പോൾ ഐ എം ജസ്റ്റ് ഗോണ ഗിവ് സംതിങ് ഡിഫറെൻറ്റ്. ഇതിൽ ഇനിയും വർക്ക്സ് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇത്രയായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇനി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു പാറ്റേണാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു എസ് പോലെ കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എസ്സിൻ്റെ ഒരു ഹാഫ് പോലെ കൊണ്ടുവരിക. ഒരു പുഴുവൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇതിൻ്റെ നോട്ട്സും ഉണ്ടാവും. അപ്പോൾ ആ നോട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ പാറ്റേൺ എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇത്രയും വരച്ചു. നമുക്ക് ഇത്രയും ആകുമ്പോൾ ഇനി അതും കൂടെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന സെൻസ് നമ്മളിതിന് ബോർഡർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ കോർണേഴ്സ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഈ ഓരോ സർക്കിളിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സർക്കിൾ വരച്ചു കൊടുക്കുന്നത് ആ സർക്കിളിൻ്റെ ഒരു ഭംഗി വരാനാണ്. ബട്ട് ഓവർ ദ ഗോല് നമ്മളത് ഒഴിവാക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടും ബിഗിനിങ് ആയതുകൊണ്ടും നമ്മളിപ്പോൾ ബോർഡേഴ്സ് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ, ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ്, ബട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും. സോ ഞാൻ ഇവിടെ 2 എണ്ണം എടുക്കുകയാണ്. 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ചു, വീണ്ടും കൊണ്ടുപോയി ആർച്ച് നമ്മൾ നേരത്തെ വരച്ച അതേ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായി നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട്. ഇനി ഈ പാറ്റേണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. സോ അത് ഞാൻ 1 2 2 സർക്കിൾ പോലെ കൊടുത്തു. മൂന്നാമത്തേത് കൊടുത്തു. മൂന്നാമത്തതിൻ്റെ താഴെ ഇങ്ങനത്തെ നമ്മൾ മെഹന്തിക്കൊക്കെ ഇടുന്ന പോലത്തെ ഒരു ഞാനിങ്ങനെ ഒരു ആർച്ച് വരച്ചു. ഇതിൻ്റെ സെൻറ്ററിൽ ആക്ച്വലി ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഹാഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. ഇങ്ങനെ വരച്ചു 2 3. എന്നിട്ട് ഈ മൂന്നാമത്തെ അതിൽ നമ്മളിങ്ങനെ വളരെ മൈൽഡായിട്ട് കൊടുക്കും. I'm gonna repeat the entire steps for every okay.
ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായിട്ട് പാറ്റേൺസും മണ്ഡലയിൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ എക്സിസ്റ്റിങ്ങിൽ ഇതുവരെ വരച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്കും സ്വന്തമായി മോട്ടീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു 10-15 മണ്ഡല കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അത് പല ടൈപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്, പല ജോമെട്രിക്കൽ പാറ്റേൺസിലുള്ളത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലായാലും ഒക്കെ ഇവൻച്വലി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയും പാറ്റേൺസും കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും ഒന്ന് യു വിൽ ബി വെരി തറോ. അപ്പോഴത്തേക്കും പറ്റുമെങ്കിൽ യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് യുവർ ഓൺ മണ്ഡലാസ്. പിന്നെ മണ്ഡല ആണ് ഈ ആർട്ടിനെ പറയുക. ചിലർ മണ്ഡാല ആർട്ട് എന്നും പറയും. ദറ്റ്സ് ഡിഫറെൻറ്റ് ബേസിസ് ആൻഡ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനെ വെച്ചിട്ടുള്ള ചേഞ്ചാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ആർച്ചുകൾ ഇതിനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാണ്. നെക്സ്റ്റ് ഇത് ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതിൽ ഇനി താഴോട്ട് നമ്മൾ വേറെ ഫെർദർ ആയിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല. വി ജസ്റ്റ് ഗോണ കീപ്പ് ഇറ്റ് ലിറ്റിൽ സിമ്പിൾ. അപ്പം ഞാനിത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വേറെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഇനി റെസ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യണം. ഗ്യാപ്സ് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യണം? ഫസ്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇനി ഇത്തിരി ചെരിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇവിടെയും ഇച്ചിരി ചെരിച്ചിട്ട് വരച്ചു. അതേപോലെ സെൻറ്ററിൽ വരയ്ക്കുക. അവിടെ നിന്ന് സ്ലാൻഡിങ്ങിൽ താഴോട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട്. അത് ഇത്തിരി തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഇതുവരെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ ലൈൻസ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. ഇതിന് ഇനി നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ വേറൊരു മോട്ടിഫൈ പഠിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യലി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് തരുന്നത്. നമ്മൾ 2 എണ്ണം വെച്ചിട്ട് 2 സൈഡിൽ ഓരോന്ന്, ടോട്ടൽ 3 എണ്ണം, 3 ലൈൻസ്. സെൻറ്ററിലൊരു ലൈൻ, സൈഡിലൊരെണ്ണം, ഈ സൈഡിലൊരെണ്ണം. സി ഹാവ് സെൻറ്റർ ആൻഡ് ഇത്രയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ലേ, ഒരു ഫിൽഡ് അല്ലാത്ത പോലെ. അപ്പം അവിടെ വേണമെങ്കിൽ ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തില്ലേ ചെറുത്, അത് ഒന്ന് ഇപ്പുറത്തും കൊടുക്കാം. അത് ഞാനിവിടെ കണ്ടിന്യൂസ് ആയി ചെയ്തു പോവാണ്. അല്ലെങ്കിൽ ഒരു ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നും. പിന്നെ മണ്ഡല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് എവറി പെയിൻറ്റിങ് ഞാൻ പറയുന്ന പോലെ ടേക്ക് യുവർ ഓൺ ടൈം. പെട്ടെന്ന് ചെയ്ത് തീർത്ത് എനിക്ക് അയച്ചു തരുന്നതിലല്ല കാരണം. ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് ടൈം, ഇറ്റ് ഹാസ് ടു ബി വെരി പ്രിറ്റി ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ മൈൻഡാണ് മണ്ഡല. ചില സമയങ്ങളിൽ അത് ഞാൻ ഫർദർ ക്ലാസ്സസിലൊരു ലൈവ് സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദർ ഇസ് എ ലോങ് സ്റ്റോറീസ്, ഡിഫറെൻറ്റ് സ്റ്റോറീസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആർട്ട് ഫോം. ഓക്കെ, വെരി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഇതിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് കൊടുക്കുക. ട്രയാങ്കിൾസ് ആണ്, ആർച്ചസ് അല്ല. ആർച്ചും ട്രയാങ്കിളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ അതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. മോട്ടിഫുകൾ തരുന്ന സമയത്ത് ആർച്ചിന് കുറച്ചൊരു കേർവി ഫിഗർ ഉണ്ടാവും. ട്രയാങ്കിൾ വിൽ ബി കുറച്ച് ബ്ലണ്ടായിട്ടുള്ള, ബ്ലണ്ട് ആൻഡ് സ്ട്രെയിറ്റ്, കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആണത്. ഓക്കെ, സോ വി ഹാവ് നമ്മുടെ ട്രയാങ്കിൾസ് എത്തി. ഇനി ട്രയാങ്കിൾസ് നമ്മൾ ഇവിടെ കൊടുത്ത പോലെ മോളിൽ നിന്ന് താഴോട്ട് ഒരു ലൈന്, ഒരു ഡോട്ട്.
ഓക്കെ, ഇത്രയായി. ഇനി ഐ എം ക്ലോസിങ് ദിസ് വൺ. ക്ലോസ് ചെയ്തിട്ടാണ് ഇനി ബാക്കി ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് ദ വെരി ലാസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ കൂടെ കൊടുത്ത് ഉള്ളിലൊരു ഡോട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മണ്ഡല. വെരി സിമ്പിളാണ്. കൂടുതൽ പാറ്റേൺസ് ഉണ്ട്. റാദർ ദാൻ ഡാർക്ക് ഷെയ്ഡ്സിനെക്കാളും നമ്മൾ ഇത്തവണ കുറച്ച് പാറ്റേൺസിലേക്കാണ് പോയിരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് ഹൗ വി ലേൺ. സോ ഐ ഹോപ്പ് യു ഓൾ വിൽ ട്രൈ ഡൂയിങ് ദിസ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ.